ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പപ്പായ പഴുത്തുകൊണ്ടുള്ള ഒരു വീഡിയോ കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു സ്നാക്സ് ചെയ്യാം. അപ്പോൾ ഒരു പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതിയോളം നമുക്ക് എടുക്കാം. അപ്പോൾ നല്ല മാതിരി പഴുത്ത പപ്പായ കേട്ടോ. അപ്പോൾ അതിൻ്റെ കുരുകളൊക്കെ കളഞ്ഞ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പഴുത്ത പപ്പായ അങ്ങോട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് നടുമുറിച്ച് അതിൻ്റെ കുരുകളൊക്കെ ഒന്ന് അതൊക്കെ വൃത്തിയാക്കി കഴുകി കളഞ്ഞിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ അതൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ആ പ്ലേറ്റിലേക്ക് കുരുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി കളയുക. അപ്പോൾ ആ കുരുകളൊക്കെ കളഞ്ഞിട്ട് ഒരു ബൗളിലെടുത്തിട്ട് ആ ബൗളിലേക്ക് ഒരു ടീസ്പൂൺ കൊണ്ട് പപ്പായ പഴുത്തത് നമുക്ക് ആ പ്ലേറ്റിലേക്ക് ബൗളിലേക്ക് ആക്കിയിടാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ആ പഴുത്ത ഭാഗങ്ങൾ നമുക്ക് ബൗളിലേക്ക് എടുക്കാം. ഞാൻ പകുതി ഭാഗത്തിൻ്റെ കൂടി എടുക്കാണ്ട് കേട്ടോ, അതുകൂടി ബൗളിലേക്ക് നമുക്ക് ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ ചിരണ്ടിയ വേഗം നല്ല പഴുത്തായ കാരണം വേഗം പോരുന്നുണ്ട് കേട്ടോ. പകുതി ഭാഗം നമ്മൾ പപ്പായ എടുത്തു, അതൊക്കെ ചിരണ്ടി എടുത്തു. അതിന് ശേഷം ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ടാ ചേർക്കണത്. അത് ഒരു കപ്പോളം ചേർത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. പിന്നെ ഒരു കപ്പോളം പഞ്ചസാര ചേർക്കട്ടെ മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 1/4 കപ്പോളം പഞ്ചസാര ഏതാണ്ട് ചേർത്തിട്ട് പിന്നെ എല്ലാം കൂടി നന്നായി മിക്സ് ആക്കുക. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കട്ടെ. നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും സ്നാക്സിന്. അപ്പോൾ നമ്മൾ ആവിൽ ഒഴിക്കണ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു സോഫ്റ്റും കിട്ടും നെയ്യ് ചേർക്കുമ്പോൾ. അപ്പോൾ ഒരു ടീസ്പൂണോളം നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് അത് നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കൈ കൊണ്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നെയ്യും എല്ലാം കൂടി മിക്സ് ആക്കി കുഴച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി മറച്ച് അടിഭാഗത്തെ പൊടിയും ഇതൊക്കെ പപ്പായൊക്കെ നന്നായി യോജിച്ച് കിട്ടി. പിന്നെ അതിലേക്ക് നാളികേരം ചേർക്കണം കേട്ടോ. ഒരു അരമുറി നാളികേരം ഞാൻ ചെരുകി വെച്ചിട്ടുണ്ടായിരുന്നു. ആ നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ആദ്യം ഇടാൻ ഞാൻ മറന്നതാണ് കേട്ടോ, അതാണ് ഒടുകൂടുന്നത്. അപ്പോൾ അതുകൂടി നമ്മൾ ചേർത്ത് ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി ഒരു നാളികേരത്തിൻ്റെ ടേസ്റ്റ് കൂടി ആകുമ്പോൾ ഒന്നുകൂടി സ്നാക്സിന് ടേസ്റ്റ് കൂടും കേട്ടോ. നന്നായി മറിച്ച് അടിഭാഗത്തു നിന്നൊക്കെ കുഴച്ചെടുക്കാം. ഞാൻ ആവിലാട്ട വേവിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ഇട്ടിച്ചെമ്പ് വെച്ചിട്ടായിരുന്നു അതിൽ വെള്ളം വെച്ചിട്ട്. അപ്പോൾ ആ വെള്ളം തിളച്ചപ്പോൾ ഞാൻ ഇഡ്ഡലിത്തട്ട് വെച്ചിട്ട് അതിലേക്ക് ഇഡ്ഡലിത്തട്ടിൻ്റെ തട്ട് വെച്ചിട്ടുണ്ട് അടിയിലത്തെ. ആ തട്ട് വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് ആവിൽ വേവാനായിട്ട് വെക്കാട്ടോ. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ നമ്മുടെ സ്നാക്സ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഇത്തിരി എണ്ണ നെയ്യൊന്നും പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതാ ചെയ്യണമെങ്കിൽ ചെയ്യാൻ നെയ്യ് ഇത്തിരി പരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഓരോ ഉരുളകളാക്കിയിട്ട് അതിലേക്ക് വെക്കുക. അങ്ങനെ ഉരുട്ടി വെക്കുക കേട്ടോ.
അപ്പോൾ ഇതുപോലെ എല്ലാ ഇതും റൗണ്ട് തന്നെ ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മൂടി വേവാനായിട്ട് വെക്കാം കേട്ടോ. ആവിൽ നന്നായി ഒരു 5 മിനിറ്റോളം വെന്താൽ മതി. അപ്പോൾ നന്നായി വെന്തോളും. കൂടി ആവിൽ വേവിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതൊരു 3-4 ഉരുള കൂടി ആവിൽ നമുക്ക് വേവിച്ചെടുക്കാണ്ട് അതുകൂടി ഒന്ന് ഉരുട്ടി വെച്ച് കൊടുക്കാം കേട്ടോ ഇഡ്ഡലി ചെമ്പിൽ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് എടുത്തു, 2ാം ട്രിപ്പാണ് കുറച്ചുള്ളത് വേവിക്കാൻ വെക്കുന്നത് കേട്ടോ. നമ്മുടെ 2ാം ട്രിപ്പും വെച്ചതൊക്കെ ആവിൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്തൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാട്ടെ പപ്പായ കൊണ്ടുള്ളത്. എല്ലാവരും ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബൈ.